ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനും അമ്മയും കൂടെ എവിടെ പോവാ? വീണ്ടും അമ്മയുടെ പല്ലിൻ്റെ റൂട്ട് കനാൽ ചെയ്യാൻ വേണ്ടി പോവാം. ആദ്യത്തെ ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു, രണ്ടെണ്ണം കൂടി ഇനി ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്ന് ഒരെണ്ണം ചെയ്യും, പിന്നെ അടുത്ത ദിവസം വേറെണ്ണം കൂടെ ചെയ്യും. അങ്ങനെ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ പള്ളിയിലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങളിതേ പോവാണ് ആശുപത്രിയിലേക്ക്. നല്ല തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുപ്പ്. നിങ്ങൾക്ക് ഞാൻ വേറൊരു സൂത്രം കൂടെ കാണിച്ചു തരാം കേട്ടോ. എന്താണ് ഇവിടെ നിന്ന് മഞ്ഞ് മൂടി, മാതിരി മഞ്ഞ് മൂടി. വാതിൽ പൊട്ടുന്നില്ലേ? സമയം 2:30. കാരണം എനിക്ക് പുറത്തേക്ക് പോകണമെന്ന് ഒട്ടും താല്പര്യമില്ല, എന്നാൽ ഭയങ്കര മടിയാണേ. പിന്നെ ഇത് നമ്മുടെ ചേച്ചി തന്ന ഡ്രസ്സ് തന്നെയാണ്. കളറൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. എല്ലാ പ്രാവശ്യം ഞാൻ വീഡിയോ ഇടുന്ന അടുത്ത ദിവസങ്ങൾ വീഡിയോ ഇട്ടപ്പോഴൊക്കെ ചേച്ചി തന്ന ഡ്രസ്സ് ഇട്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞു നല്ലതാണ്, കളറ് ചേരാം, എനിക്ക് ചേരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇതൊരു ഫ്രോക്ക് മോഡൽ ഒരു ഡ്രസ്സാണേ. ഇത് ഭയങ്കര ലൂസായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് തയ്ച്ചിട്ടുണ്ട്, അപ്പോഴത്തേക്ക് എൻ്റെ മെഷീൻ്റെ സൂചി ഒടിഞ്ഞു പോയി. അതുകൊണ്ട് ഞാൻ തയ്ക്കൽ നിർത്തി. ഇച്ചിരി ലൂസാണ് എങ്കിലും കുഴപ്പമില്ല. അത്യാവശ്യം ഭംഗിയാണ്. അത്യാവശ്യം നല്ല ഭംഗിയാണ്. അപ്പോൾ എന്തായാലും പോകാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ. നല്ല തണുപ്പുണ്ടേ. തണുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ അപാര തണുപ്പാണ്. അപ്പോൾ എങ്ങനെയാവും എന്നറിയത്തില്ല. അമ്മ പെര പൊട്ടിക്കൊണ്ട് വരാണ്. ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ടേ, അതുകൊണ്ട് കുട പൊടി. ഇനി മേക്കപ്പൊക്കെ ഒഴിച്ച് പോയാലും അതുകൊണ്ട് നല്ല മൂടൽമഞ്ഞാണ് കേട്ടോ. ക്ലാരിറ്റി കുറവൊന്നുമില്ല, നല്ല മൂടൽമഞ്ഞുണ്ട്. അമ്മനെയൊക്കെ നന്നായിട്ട് മൂടി കാണുന്നത്. മഴയൊക്കെ മൂടിക്കിടക്കും കേട്ടോ. ഉയ്യോ എന്ത് മഞ്ഞാ അമ്മേ. കുറഞ്ഞതാട്ടോ കുറച്ച് മഞ്ഞ, ഇതിലും ഇരുണ്ട് കിടക്കും. ഭയങ്കര മൂടി. പേഴ്സ് എടുത്തോ? ഇല്ലേ? ഇല്ല. നല്ല പാട്ടൊക്കെ. തണുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പാരം വേണ്ട എൻ്റെ പൊന്നേ. ഭയങ്കര മഞ്ഞ് തണുപ്പ്. രാത്രിക്കാട് ഭയങ്കര തണുപ്പായിരിക്കും കേട്ടോ. നമുക്ക് കാണാം. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നേ. എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ആ പാട്ട് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. ഞാൻ എപ്പോഴും കരയും. അപ്പോൾ ആ പാട്ട് അവിടെ ഇട്ടേക്കുന്ന മേളിൽ ചേട്ടന്മാർ. വെള്ളമൊക്കെ ഇട്ടുകൊണ്ട് ഇറങ്ങിയേക്കുന്ന മഴയത്ത്. ചുറ്റിയൊന്നും കാണത്തും കൂടി ഇല്ല കേട്ടോ. കണ്ടോ, മൂടി കിടക്കുന്ന മാതിരി. അതിൽ 2 ആൾക്കാർ പോകുന്നുണ്ട്, അതൊന്നും അറിയാനേ പറ്റുന്നില്ല. അയ്യോ, നല്ല മഞ്ഞത്ത് നമ്മുടെ ബസ്സിങ് എത്തിയിട്ടുണ്ട് കേട്ടോ. അയ്യോ, നമ്മളെവിടെ എത്തി? രാജക്കാട് എത്തി കേട്ടോ. ബസ് ഇറങ്ങി. എന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കാം. ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി കേട്ടോ. അതിന് ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ അകത്ത് വന്നിരിക്കുക. ക്ലിനിക്കാണ്, ക്ലിനിക്കിൻ്റെ അകത്ത് വന്നിരിക്കുക. അപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളുന്ന സൺഡേ ഇതിലേക്ക് കയറി പോകാട്ടുള്ളിലേക്ക്. അപ്പോൾ അമ്മയ്ക്ക് 2 റൂട്ട് കനാൽ, 2 പല്ലിലും കൊണ്ട് റൂട്ട് കനാൽ ചെയ്ത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയി. ഇനി വ്യാഴാഴ്ച വന്നു. അപ്പോൾ ഞങ്ങൾ ഈ ആഴ്ചത്തെ ചിലവ് പൈസയും ലോണിൻ്റെ പൈസയും കൂടെ അവിടെ പോയി കേട്ടോ. ഞങ്ങൾ വ്യാഴാഴ്ച വന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഒരു ചായയൊക്കെ കുടിച്ചിട്ട്, ചായ കുടിച്ച് എത്തില്ലല്ലോ. ഞാൻ വിത്തൗട്ട് ചായ കുടിച്ച് പാ കുടിച്ച് അതുപോലെ തണുപ്പുണ്ട്. ചായ കുടിക്കാതെ പറ്റത്തില്ല നമുക്ക്. പിന്നെ കഴിച്ചൊന്നുമില്ല ഒന്നും. അപ്പം ഇന്ന് അമ്മയ്ക്ക് വേദന കുറച്ച് കുറവൊക്കെ ഉണ്ട്. പിന്നെ തണുപ്പിൻ്റെ കാര്യം പറയാനില്ലല്ലോ. തണുപ്പായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഭയങ്കര തണുപ്പും മഴയൊക്കെയാണ്, കാറ്റ് അപാരമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിൽ ചെന്ന് വേറെ പരിപാടിയൊന്നുമില്ല. ഇനി നാളെ നമ്മൾ വേറൊരു സ്ഥലത്ത് പോവുകയാണ്. അതെന്താണ് എവിടെയാണെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ലാസ്റ്റ് വരെ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കുകയും ചെയ്യരുത്. അപ്പോൾ നമുക്ക് എന്താണെന്നുള്ളത് കാണാം കേട്ടോ. ഞാൻ ഒരുങ്ങി ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഞാനും ഉണ്ട്, പിന്നെ ആൻറ്റി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടെയാണ് പോകുന്നത്. അപ്പോൾ ആൻറ്റിക്ക് ചെറിയ വയ്യായ്കയൊക്കെ ഉണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്ന ഹോസ്പിറ്റൽ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ
ചെല്ലുമ്പോൾ കാണിച്ചു തരാം. ഞാനൊരു ഏകദേശം ഒരു 18-19 വർഷമായി ആ ഹോസ്പിറ്റലിൽ പോയിട്ട്. അപ്പോൾ ഒരുപാട് നൊസ്റ്റാൾജി ഫീലുള്ള ഒരു ഹോസ്പിറ്റലാണ്. കാരണം രാജക്കാട് നിന്ന് നടന്ന് അവിടെ വരെ പോയി മരുന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ടുള്ള കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാജക്കാടായിരുന്ന സമയത്ത് അവിടെ നിന്നാണ് എപ്പോഴും മരുന്നൊക്കെ വാങ്ങിക്കാറുള്ളത്. അപ്പോൾ ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ് ആ ഹോസ്പിറ്റലിലേക്ക് കയറി ചെല്ലുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ, ഏതാ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ. അപ്പോൾ എല്ലാവരും മറക്കാതെ ലാസ്റ്റ് വരെ കാണുക. അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും കമൻറ്റ് ഒന്നും ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ എല്ലാവരും വേഗം ലൈക്ക് കടിച്ചോളുക കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് പോവാം. അപ്പോൾ ആൻറ്റി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 11:20 ബസ് കേട്ടോ. അപ്പോൾ ഓക്കെ, പോകാൻ ഇറങ്ങി കേട്ടോ. നമ്മൾ മാങ്ങത്തൊട്ട് സിറ്റി വന്ന് നിൽക്കുകയാണ് കേട്ടോ, വണ്ടി വരാൻ വേണ്ടിയിട്ട്. ആൻറ്റി അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ബസ് വരട്ടെ. 11:20 കേട്ടോ ബസ്. അങ്ങനെ ബസ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ സെൻറ്റ് ജോസഫ് ബസ്സിലാണ് കയറിയത് കേട്ടോ. അപ്പോൾ ആൻറ്റി ഫ്രണ്ടിൽ ഇരിക്കുകയാണ്. ആൻറ്റിക്ക് ചെറുതായിട്ട് ഛർദിയുടെ പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് ആൻറ്റി ഫ്രണ്ടിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഞാനും ചെന്നടുത്തിരുന്നു. അങ്ങനെ ഞങ്ങൾ രാജകുമാരിയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ എന്തായാലും 2 മണി വരെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അത് പ്രതീക്ഷിച്ചാണ് പോകുന്നത്. വേറെ കുഴപ്പമൊന്നുമില്ല, തിരക്ക് വല്ലത് കാണില്ലായിരിക്കാം. അങ്ങനെ രാജക്കാട് വന്ന് ഇറങ്ങി ഞങ്ങൾ രാജക്കാട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നേരെ പോകുന്നതും മുല്ലക്കാനത്തേക്കാണ്. 12 അപ്പോൾ നമ്മൾ രാജക്കാട് എത്തിയിട്ടുണ്ട് കേട്ടോ. സ്കൂളിൻ്റെ അടുത്ത് നിന്നിട്ടാണ് നമ്മൾ ഓട്ടോയ്ക്ക് കയറി പോകണം. പുതിയ പ്ലേ ഗ്രൗണ്ട് പിള്ളേർക്കുള്ളത് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. രാജക്കാട് നോക്കി നിന്നിട്ട് ഇതുവരെ വണ്ടി നിൽക്കില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ നേരം ബസ്സൊക്കെ കാത്തു നിന്നപ്പോഴത്തേക്കും വണ്ടിയൊന്നും വന്നില്ല. അങ്ങനെ ഒരു ഓട്ടോ കിട്ടി. ഓട്ടോ ഉണ്ട് കേട്ടോ ഇപ്പോഴും. അങ്ങനെ ഓട്ടോയിൽ കയറി ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങാനാണ് പ്ലാന്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ കുഞ്ഞാൻ്റെ ഏലിക്കുട്ടിയമ്മ ആലിയൻ്റെ ഒക്കെ പണിയുന്ന തോട്ടമാണ് കേട്ടോ. ഇവിടെയാണ് അവർ പണിയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ഈ വീഡിയോസൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് പണിയുന്നതാണെന്ന് പറഞ്ഞു കേട്ടോ. നമ്മുടെ ആശുപത്രി, സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം. അപ്പോൾ ഇവിടെ ഈ കപ്പേളയൊക്കെ പറഞ്ഞിട്ട് അതൊന്നും ഇല്ലായിരുന്നു കേട്ടോ നേരത്തെ. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങ് നേരെ മേളിലേക്ക് കയറി പോകണം നമ്മൾ. എത്ര വർഷങ്ങൾക്ക് ശേഷം ഞാനിവിടെ തന്നെ അറിയാമോ. നല്ല ഭംഗിയുണ്ടത് മലയൊക്കെ കാണാനായിട്ട്. നമ്മളിത് ഇവിടെ നിന്ന് കയറി വരണം. അപ്പോൾ സ്പീഡ് വേഗം കയറി പോട്ടെ. 2 മണി വരെ ഡോക്ടറുള്ളൂ. ചക്കയൊക്കെ കിടക്കും നോക്കി. ഇപ്പോൾ ഒത്തിരി അങ്ങ് കയറ്റം കുറഞ്ഞ പോലെ തോന്നുന്നു. ആ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നേരത്തെ ചായക്കടയൊക്കെ ഉണ്ടായിരുന്നേ. അവിടെ എപ്പോഴും ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ ഈ ടോക്കൺ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വലിയ തിരക്കൊന്നുമില്ല. തിരക്ക് ഇല്ലേ, ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ട് വന്നതുകൊണ്ട് തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ 2-3 ഡോക്ടർമാരുണ്ട് കേട്ടോ ഇവിടെ. വലിയ തിരക്കില്ല കേട്ടോ ഈ സമയത്ത് വന്നതുകൊണ്ട്. തിരക്ക് കുറഞ്ഞു.
ആ ഒത്തിരി നേരം ഈ സമയമാവും വരുമ്പോൾ ഇതാകുമ്പോൾ വേഗം പോവുകയും ചെയ്യാം. ഞങ്ങൾ അല്ലെങ്കിൽ ഞാൻ 9:30 ആകുമ്പോൾ വരുമായിരുന്നു. 8 മണിയുടെ അലഞ്ഞ് വന്നിട്ട് വാർഡ് ഇപ്പം കിടക്കുന്നുണ്ടല്ലേ, പണ്ടൊന്നും ആൾക്കാരില്ലായിരുന്നു. കുരുമ്പേൽ മാങ്ങാത്തൊട്ടി. വയസ്സ് 27. അപ്പോൾ ഞാൻ താഴെ മെഡിക്കൽ സ്റ്റോർ വരെ ഒന്ന് പോവാണേ. ആൻറ്റിക്കൊരു ടാബ്ലറ്റ് ഇഞ്ചക്ഷൻ ഉണ്ട്. അപ്പോൾ ആൻറ്റിക്ക് ഇച്ചിരി BP ഹൈ ആണ്. അപ്പോൾ അവിടെ മരുന്നില്ല, അപ്പോൾ താഴെ പോയി മേടിക്കണം. പിന്നെ ഞാനും ഒന്ന് നോക്കി, എനിക്കും BP ഹൈ ആണ് കേട്ടോ. അതെന്താണ് മാറാൻ നിൽക്കുന്ന അറിയത്തില്ല. അപ്പോൾ 2 ആഴ്ചത്തേക്ക് മരുന്ന് തന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച നോക്കിയപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ പാരമ്പര്യമായിട്ട് ഞങ്ങൾക്ക് BP ഉള്ളവരാണ് കുറച്ച്. അതിൻ്റെ ആണോ എന്താണെന്ന് അറിയില്ല. ഇനിവേ നോക്കാം. അയ്യോ പറഞ്ഞു വന്ന് എനിക്ക് ഈ സൈഡിൽ ചെസ്റ്റിന് ഇവിടെ പെയിൻ ഉണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. ഈ തണുപ്പടിക്കുമ്പോൾ കൂടുതൽ ഞാൻ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഞാനതൊന്ന് ഡോക്ടറെ കണ്ട് മരുന്ന് മേടിക്കാമെന്ന് വിചാരിച്ച് നല്ലൊരു ഡോക്ടറായിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഞാൻ മരുന്ന് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ആൻറ്റിയൊക്കെയുള്ള മരുന്ന് മേടിച്ച് നമുക്ക് തിരിച്ച് കയറിപ്പോവാം. അപ്പോൾ ആൻറ്റിക്കുള്ള ഇഞ്ചക്ഷൻ്റെ ഇത് മേടിച്ചിട്ടുണ്ട്. നമ്മൾ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 2 ആഴ്ചയായിട്ട് ഞാൻ നോക്കുമ്പോഴൊക്കെ എനിക്ക് 140 പ്രഷർ വരുന്നത്. അപ്പോൾ ഫാമിലിയായിട്ട് എല്ലാവർക്കും ഡോക്ടറെ ചോദിച്ചു, എല്ലാവർക്കും ഹൈ BP ആണ്. അപ്പം അതിൻ്റെയൊക്കെ ആയിരിക്കാം എന്തോ. അപ്പം എന്തായാലും നമുക്ക് വേഗം ഡയറ്റൊക്കെ എടുക്കണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. ആൻറ്റിക്ക് ഇഞ്ചക്ഷൻ എടുക്കണമെങ്കിൽ നമ്മൾ കൂടെ വന്ന ആൾ ബൈസ്റ്റാൻഡർ ഒപ്പിട്ട് കൊടുക്കണം കേട്ടോ. അതിനല്ലേ ഇഞ്ചക്ഷൻ എടുക്കത്തുള്ളൂ. അപ്പോൾ നിൽക്കുന്ന അമ്മയുടെ കൂടെ ആരും വരാത്തതുകൊണ്ട് അമ്മയ്ക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റത്തില്ലെന്ന് അവർ പറഞ്ഞു കേട്ടോ. ഞങ്ങൾ വാർഡിൽ ആൻറ്റി കുറച്ച് നേരം കിടക്കും കേട്ടോ. ഒരു ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് ഇനിയിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് ആൻറ്റിക്ക് ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യണം BP എങ്ങനെയുണ്ടെന്നൊക്കെ. അപ്പോൾ എന്നിട്ട് വേണം നമുക്ക് മരുന്ന് മേടിച്ചു കേട്ടോ. ആൻറ്റിയുടെ എൻ്റെയും മരുന്ന് മേടിച്ചു. എൻ്റെ കുറയില്ല. ഇനി അത് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് പോകുമ്പോൾ മേടിച്ചുകൊണ്ട് പോവാം. ആശുപത്രിയുടെ പുറഭാഗം കേട്ടോ നല്ല ഭംഗിയുണ്ട്, നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഗവൺമെൻറ് ആശുപത്രിയാണെന്ന് തോന്നുന്നില്ല, അത്രയധികം വൃത്തിയാണ് കേട്ടോ. ടോയ്ലറ്റൊക്കെ ആണെങ്കിലും കണ്ടോ, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ പോലെ തന്നെ വൃത്തിയായി സൂപ്പറായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് ഞങ്ങളിനി ഡോക്ടർ ഒന്നുകൂടെയും കണ്ട് BP ഒക്കെ നോക്കിയിട്ട് വരട്ടെ കേട്ടോ. BP കുറയാണ്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ ECG എടുക്കണം. അപ്പോൾ ECG എടുക്കാനായിട്ട് കയറിയേക്കുക. അപ്പോൾ BP ഇങ്ങനെ കുറേ ആൻറ്റിക്ക് ഓൾറെഡി ഹാർട്ടിന് പ്രശ്നമുണ്ട്. അപ്പോൾ രാവിലെ BPയുടെ ടാബ്ലറ്റും ആൻറ്റി കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ആൻറ്റി ഇറങ്ങി വരട്ടെ. അപ്പോൾ ഡോക്ടറെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി. 3 മണിയായിട്ടുണ്ട് സമയം. അപ്പോൾ നാളെ വരണം. വേറെ ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾ വേഗം വീട്ടിൽ തിരിച്ചു പോകട്ടെ. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്ക് അതെങ്ങോട്ടുള്ള വഴിയാണ്? ജോസ്ഗിരിക്ക്. ഇത് കുഞ്ചിത്തണ്ണി ആനച്ചാലി റോഡാണ്, മൂന്നാർ റോഡ്. ആ അപ്പോൾ കുഞ്ചിത്തണ്ണി കൂടി അടിമാലിക്ക് പോകത്തില്ലേ?
ഈ 2 റോഡ് പോയാൽ നമുക്ക് അടിമാലി ചെല്ലാട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ആൻറ്റിക്ക് BP ഇങ്ങനെ കുറയാതെ നിൽക്കുന്നതുകൊണ്ട് ECG എടുത്തപ്പോൾ വേരിയേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കാർഡിയോനെ നിർബന്ധമായിട്ട് ഉടനെ തന്നെ കാണണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അടുത്ത ദിവസം നമ്മൾ ആൻറ്റിക്ക് കാർഡിയോനെ കാണാനായിട്ട് പോകുന്നുണ്ട്. ആ വീഡിയോ ഒക്കെ ഞാൻ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.